യെസ്. സോ നമ്മൾ നെക്സ്റ്റ് ഒരു സെഗ്മെൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വോയിസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ വോയിസിനെ ക്ലോൺ ചെയ്യുക. അപ്പോൾ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ സെയിം ഫേസിൽ ഞാനിപ്പോൾ നമ്മളുടെ ജെമിനി യൂസ് ചെയ്തിട്ടൊക്കെ എൻ്റെ ഫേസിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വോയിസ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കത് കറക്റ്റായിട്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും അതൊരു AI ജനറേറ്റഡ് വോയിസ് ആണെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് നമുക്ക് എലമെന്റ് ലാബ്സ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ടൂളിൻ്റെ യൂസ് വരുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഒരു AI വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള വോയിസ് തന്നെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിലൊരു വീഡിയോ ചെയ്യണം, സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാൻ അവൈലബിൾ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ ഈ പറയുന്ന വോയിസ് ക്ലോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹേജൻ വെച്ചിട്ടോ ഹെഡ്രോ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അതേ സെയിം പാറ്റേണിൽ തന്നെ എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില ചെറിയ രീതിയിലുള്ള ലിപ്സിങ്കോ ഇഷ്യൂസോ ഒക്കെ തോന്നിയേക്കാം. ബട്ട് ഇറ്റ്സ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് AI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചുകൂടെയൊക്കെ ഒരു 1 or 2 years ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ലെവൽ മാറും. മനസ്സിലായോ? ഓക്കെ, ഞാനിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാഷ്ബോർഡിനകത്ത് ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രമാണ്. ബിക്കോസ് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് പുതിയ ചേഞ്ചസുകൾ വരുന്നുണ്ട് AI-ൽ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായേക്കാം. സോ നോ വറീസ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് മുതൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുമാത്രം ആ ഒരു പ്രോസസ്സ് മാത്രം നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ടാവാം, അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് പോവുക. ഓക്കെ, സോ നമുക്കിവിടെ ഈ പറയുന്ന എലമെന്റ് ലാബ്സിൻ്റെ അകത്ത് നമുക്ക് 3 ഫീച്ചേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എലമെന്റ് ലാബ്സിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഹോമിൽ പോയി എന്ന് വെക്കുക. ഓക്കെ, ഹോമിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് പെയ്ഡ് പ്ലാൻ, ഫ്രീ പ്ലാൻ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പെയ്ഡ് പ്ലാനിലാണ്. പെയ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ക്രിയേറ്റർ പ്ലാൻ ആണ്. ഓൾമോസ്റ്റ് എനിക്കൊരു 1,31,000 ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പം ഇതിനു വേണ്ടി മാത്രം ഞാനിപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുത്തതാണ് ഫ്രം ദ സ്ക്രാച്ച്. ബിക്കോസ് എൻ്റെ വേറെ അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ട് ഡാഷ്ബോർഡ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുതിയൊരു അക്കൗണ്ട് ഇപ്പോൾ എടുത്തത്. സബ്സ്ക്രിപ്ഷൻസ് എൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്നുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 0 ഇതിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. 528 പ്ലാൻ ഉണ്ട് ഓൺ എ മന്ത്ലി ബേസിസ്. നിങ്ങൾക്കത് 75 മിനിറ്റ്സിൻ്റെ കോള് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 1,936 പ്ലാനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രോ വേർഷൻ അവൈലബിൾ ആണ്. ഒരു ഹൈ ലെവൽ സെറ്റപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പ്രോയും സ്കെയിലിലും ഒക്കെ പോകുന്നതാണ്. ബട്ട് ഒരു മിനിമം സ്കെയിലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രിയേറ്റർ ലെവലിൽ തന്നെ ധാരാളം. ബിക്കോസ് അവർ കൂടുതലായിട്ടും സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളത് അവരുടെ പൊസിഷനിങ്ങിൽ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് പറഞ്ഞുതരാം. അവർ ഈ പറയുന്ന ഫ്രീ പ്ലാനും സ്റ്റാർട്ടർ പ്ലാനും ഇട്ടിരിക്കുന്നത് ജസ്റ്റ് അവരുടെ ക്രിയേറ്റർ പ്ലാനിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 528 രൂപ എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ എടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാട്ടിലും ഓൾമോസ്റ്റ് ഒരു 50% എക്സ്ട്രാ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് വരുമ്പോൾ കിട്ടും. ദാറ്റ് മീൻസ് ക്രിയേറ്റർ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഈ പറയുന്ന കുറേ കാര്യങ്ങളിലൂടെ ആഡ് ഓൺസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റാർട്ടർ പ്ലാനിലേക്ക് പോകാം എന്നുള്ളത് മാത്രമാണ്. ബിസിനസ് പ്ലാനും അതുപോലെ തന്നെ കസ്റ്റം പ്ലാനും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കൊരു ഓവറോൾ എല്ലാ വീഡിയോസും ഒക്കെ നിങ്ങൾ ഈ പറയുന്ന 11 ലാബ്സ് യൂസ് ചെയ്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കെയിലോ ബിസിനസ് പ്ലാനിലോട്ടൊക്കെ പോകാവുന്നതാണ്. കുറച്ചുകൂടി ഈ പറയുന്ന രീതിയിൽ ലൈക്ക് എല്ലാ ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു ഏജൻറ്റൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൾസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മളുടെ ഈ പറയുന്ന വോയിസ് ഏജൻറ്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്രയും ഒക്കെ ഒരുപാട് കോൾസൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കെയിൽ പ്ലാനോ ബിസിനസ് പ്ലാനോ ഒക്കെ വേണ്ടി വരും. ഓക്കെ, സോ ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് നമുക്കിതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 0 അല്ലെങ്കിൽ സ്റ്റാർട്ടർ പ്ലാനിലേക്ക് പോവുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയല്ലോ. അപ്പോൾ എലമെന്റ് ലാബ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വോയിസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ വോയിസ് ക്ലോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീഡിയോ ക്ലോൺ ലൈക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് ജെമിനിയിൽ
അതുപോലെ തന്നെ വീഡിയോ ക്ലോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹേജൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിലേക്ക് വീഡിയോ ക്ലോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 11 ലാബ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 11 ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, 11 ഏജൻസ് ഉണ്ട്, അതുപോലെ തന്നെ 11 API ഉണ്ട്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ 3 ഫീച്ചേഴ്സാണ് നമുക്കിവിടെ മെയിനായിട്ട്. നമ്മൾ ഇത് ഇനിഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് 11 ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഈ പറയുന്ന ടെക്സ്റ്റ് ടു സ്പീച്ച് ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു വോയിസ് ക്ലോണിങ് ഒരു സൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സർവം AI. ഞാൻ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഗാനിക് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു തോന്നുന്നു ആ ഒരു ടൈമിൽ, സർവം AI. കാരണം നമ്മുടെ മലയാളം ലാംഗ്വേജും കൂടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആ സമയത്ത് സർവം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ലാംഗ്വേജസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അങ്ങനൊരു ഈ ഒരു ടൂള് അവരന്ന് ലോഞ്ച് ചെയ്തത്. മനസ്സിലായോ, AI ഫോർ ഇന്ത്യ. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന 11 ലാബ്സിൽ നമുക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 11 ലാബ്സിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഡോൺ വറി. നമുക്ക് ഇത് പല രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വോയിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ വോയിസ് ക്ലോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ടു സ്പീച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ ഇതിൽ ഫ്ലാഷ് വേരിയൻ്റ് എന്തിനാണ്, മൾട്ടി ലിംഗിൽ എന്തിനാണ്, 11 V3 എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കണം. സോ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വോയിസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പല രീതിയിലുള്ള വോയിസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ എൻ്റെ വോയിസ് തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈ പറയുന്ന വോയിസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് എൻ്റെ വോയിസ് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ വോയിസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഞാൻ ഒരു 2 hours കണ്ടന്റ് എങ്കിലും അല്ലെങ്കിൽ 2 hours സംസാരിച്ച് ഇതിന് കുറേ ഐഡിയാസ് കൊടുത്താൽ മാത്രമായിരിക്കും എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വോയിസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്ലോൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് വോയിസ് ക്ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 minutes വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വോയിസ് അത്ര വലിയ സ്പെസിഫിക് ഒന്നും ആയിരിക്കത്തില്ല, എങ്കിലും കുഴപ്പമില്ലായിരിക്കാം, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊഫഷണൽ വോയിസ് ക്ലോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കണം. മിനിമം ഒരു 2 hours കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു നല്ല ഒരു ക്വാളിറ്റിയിലുള്ളൊരു ക്ലോണിങ്ങിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ക്ലിയർ അല്ലേ. സോ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് വോയിസ് ക്ലോണിങ് പ്രോസസ്സാണ്. അപ്പോൾ 11 ലാബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.